ഹായ് എവരി വൺ, ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. ഇതിന് വേറെ തന്നെ ഒരു രുചിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനും ശ്രദ്ധിക്കണേ. നല്ല വറുത്തരച്ച ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് തേങ്ങ എങ്ങനെ വറുത്തരക്കുന്നത് നോക്കാം. അതിന് എന്തെല്ലാം ആവശ്യമുള്ള സാധനങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. വറുത്തരക്കുന്നതിനായിട്ട് ഒരു കപ്പോളം തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി എത്രയാണ് എടുക്കുന്നത് അതിന് ഹാഫായിട്ടാണ് മുളക് പൊടി എടുക്കേണ്ടത്. പിന്നെ ഇത് 2 ചെറിയുള്ളി, പിന്നെ കുറച്ച് പെരുംജീരകവും പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ആദ്യം ഇത് ഇതുപോലത്തെ ഒരു പാൻ എടുക്കുക. പാൻ നല്ലോണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തേങ്ങ ഇടണം. ആദ്യം തന്നെ തേങ്ങ ഇട്ടിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വാറ്റണം. എന്നിട്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇടേണ്ടത്. ഇപ്പം ഇത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും, തേങ്ങയുടെ കളർ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഇത് അതിലേക്ക് ചെറിയുള്ളിയും പിന്നെ കുറച്ച് പെരുംജീരകവും കരിയാപ്പിലയും കൂടി ഇടണം. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ ഇത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചെടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ഇതിങ്ങനെ വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വഴറ്റേണ്ടത്. എന്നിട്ട് ഇത് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് പൊടികളെല്ലാം ആഡ് ചെയ്യണം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണുള്ള കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയും നല്ലോണം കുക്കായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇത് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങൻ്റെ മിക്സ് ചൂടാറുമ്പോഴത്തേക്ക് നമുക്കിത് അടുത്ത കറിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഇത് 3 ഉള്ളിനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 തക്കാളിയും 3 പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് മല്ലിയിലയും കരിയാപ്പിലയും എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഉമ്മ ചട്ടിയിലാണ് കേട്ടോ ഈ കറിയാക്കൽ. ചട്ടിയിലാക്കുന്നതുകൊണ്ട് തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ചട്ടിയിൽ നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലോണം ഇതാ ചൂടായതിനു ശേഷം ആദ്യം തന്നെ അതിലേക്ക് ഉള്ളി ഇടണം. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് നല്ലോണം വഴറ്റാൻ വെക്കണം. ഉള്ളി ആവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ തേങ്ങൻ്റെ മിക്സ് നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം. ആ മിക്സിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുന്നത്. വെള്ളം ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിന്. ആ മിക്സ് ഇപ്പം നല്ലോണം അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യണം. പിന്നെ ആ പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് തക്കാളിയിൽ നല്ല വെന്തുടയുന്നവരെ ഒന്ന് കാത്തിക്കണം. തക്കാളിയിൽ ഇപ്പോൾ ഇത് നല്ലോണം വെന്തുടഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ആ അരച്ച മിക്സ് ഒഴിക്കണം. ലാസ്റ്റായിട്ട് ഇത് ആ മിക്സിയിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇത് അതിലേക്ക് മെയിനായിട്ടുള്ള നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്നത്. ചിക്കൻ നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ള പീസ് വേണമെങ്കിൽ എടുക്കാം. ചിക്കൻ ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കുക്കറിലാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആക്കാം. മസാല കുക്കറിലാക്കിയിട്ട് പിന്നെ ചട്ടിയിലേക്ക് പറഞ്ഞാലും മതി. ചിക്കൻ കറി ഇതപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിന്. പിന്നെ ഇത് അതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഗരം മസാലേൻ്റെ ഫ്ലേവർ ഈ ചിക്കൻ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൂട്ടുക ചെയ്യുക. പിന്നെ ഇത് അതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ ഇത് നമ്മൾ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ഇങ്ങനെ വറുത്തരച്ചിട്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു അടിപൊളി ടേസ്റ്റിനെ കേട്ടോ ഇത്. ചട്ടിയിലാക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ഈ കറി ഇത് നെയ്ച്ചോറിൻ്റെ കൂടി പത്തലിൻ്റെ കൂടി ചപ്പാത്തിൻ്റെ കൂടി എല്ലാത്തിൻ്റെയും കൂടി സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്. വറുത്തരക്കേണ്ട മടി കൊണ്ട് പലരും ഈ റെസിപ്പി ആക്കലില്ല. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഇതാക്കിയിട്ട് എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.